സോ ഹായ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിൽ ഒരു ഡൗട്ടുണ്ട്. സർ, സോഫ്റ്റ്വെയറിൽ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടോ? എൻക്വയറീസ് വിളിച്ചാലും അവർ പറയുന്നു, സർ പണ്ടത്തെ പോലെ ഇപ്പോൾ സ്കോർ കിട്ടുന്നില്ല, ദർ ഇസ് സം പ്രോബ്ലം വിത്ത് ദ സോഫ്റ്റ്വെയർ ഓർ ദർ ഇസ് സം ചേഞ്ചസ് ഇൻ ദ സോഫ്റ്റ്വെയർ. എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നേക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, സോ വൈ ദ സ്കോർസ് ആർ ഗോയിങ് ഡൗൺ? എന്തുകൊണ്ട് സ്കോർ കുറയുന്നു? ഈ സ്കോർ കുറയാൻ കാരണം ബിക്കോസ് യു ആർ നൗ സിറ്റിംഗ് എ നോയ്സി റൂം. നോയ്സി റൂം എന്ന് വെച്ചാൽ നിങ്ങളെ തൊട്ടടുത്ത് തന്നെ വേറൊരാൾ റീഡ് അലൗഡ് ചെയ്യുന്നുണ്ടാവും. ആ റീഡ് അലൗഡിൻ്റെ വോയിസും കൂടി നിങ്ങളുടെ മൈക്കിലേക്ക് കയറി വരും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മൊമെൻറ്റ് യു ഫിനിഷ് ദ റീഡ് അലൗഡ്, നെക്സ്റ്റ് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്തിരിക്കണം. ദ മൊമെൻറ്റ് യു ഫിനിഷ് ദ റീഡ് അലൗഡ്, നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിരിക്കണം. അടുത്തത്, ഇനി മൈക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മൈക്ക് ഒന്ന് കവർ ചെയ്തിട്ട് റീഡ് അലൗഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്താണ്, വോയിസ്, പുറത്തെ വോയിസ് ഭയങ്കരമായിട്ട് നിങ്ങളുടെ റീഡ് അലൗഡിനെ ബാധിക്കില്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ റീഡ് അലൗഡ് അല്ലെങ്കിൽ സ്പീക്കിംഗ്, നിങ്ങൾ എന്ത് സ്പീക്കിംഗ് ചെയ്താലും കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, യു ഹാവ് ടു വൈ യുവർ സ്കോർസ് ആർ ഗോയിങ് ഡൗൺ ഇൻ റീഡിങ് സ്പീക്കിംഗ്, ബിക്കോസ് first thing is you are not covering the mic and you are not immediately clicking the next button. അപ്പോൾ എക്സാമിന് ഒരുങ്ങുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്, you have to make sure that you cover your mic so that your voice is only heard, and the next thing is you click the next immediately after you finish. ഇത് ചെയ്തില്ലെങ്കിൽ വളരെയധികം പ്രശ്നമാണ്. പണ്ടൊക്കെ നോയ്സ് ക്യാൻസലേഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷനേക്കാളും ഉപരി ലൗഡ്നെസ് കൂടാണ്. കേർട്ടസിയുടെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ വോയിസ് കുറയ്ക്കാൻ പറ്റും, മറ്റുള്ളവരുടെ വോയിസ് കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അവരെങ്ങനെയാണ് ട്രെയിനിങ് എടുത്തേക്കുന്നതെന്ന് അറിയില്ല. റീഡ് അലൗഡ് എന്നാണ്, റീഡ് ലൗഡ് എന്നല്ല, ഉറക്കെ വായിക്കുക എന്നല്ല. പക്ഷേ അവർ ഈ വാക്ക് എടുത്തിട്ട് ഉറക്കെ വായിക്കും. ആ വാക്ക് എടുത്ത് വായിക്കുമ്പോൾ മറ്റുള്ളവർ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചെറിയ പ്രോബ്ലം അവർക്കറിയില്ലല്ലോ. അതാണ് പ്രശ്നം. അപ്പോൾ ഒരു മാസം മുന്നേ ഒരു സ്റ്റുഡൻറ്റ്, നമ്മുടെ സ്റ്റുഡൻറ്റ്, ഹീ ഈസ് എ ഗുഡ് ലേണർ, നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ആൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തു, 80-85. ബട്ട് വെൻ ഹി വെൻറ്റ് ടു അറ്റൻഡ് ദ എക്സാം, ദ പ്രോബ്ലം വാസ് ആൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. തൊട്ടടുത്തിരുന്ന് ഒരു കാൻഡിഡേറ്റ് ഭയങ്കര ഒച്ചയിൽ സംസാരിക്കുന്നു. ഹി വാസ് വെരി ഡിസ്ട്രാക്റ്റഡ്. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പ്രാക്ടീസ് ഇൻ എ നോയ്സി എൻവയൺമെൻറ്റ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോരുത്തരും റീഡ് അലൗഡോ അല്ലെങ്കിൽ സ്പീക്കിങ്ങോ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, സോ ദാറ്റ് യു ആർ വെരി മച്ച് ഇക്വൈൻറ്റഡ് വിത്ത് സ്പീക്കിംഗ്. തൊട്ടടുത്ത് വേറൊരാൾ സ്പീക്ക് ചെയ്യുന്ന പോലെ തന്നെ വരണം നിങ്ങളുടെ സ്പീക്കിംഗ് എൻവയൺമെൻറ്റ്. അത് ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് ആണ് ലെങ്തി റിപ്പീറ്റ് സെൻറ്റൻസ്. പണ്ടൊക്കെ റിപ്പീറ്റ്, നമ്മൾ PT തുടങ്ങിയ കാലത്ത് രണ്ടോ മൂന്നോ ഷോർട്ട് സെൻറ്റൻസ്, 2-3 മീഡിയം ടൈപ്പ് സെൻറ്റൻസ്, 2-3 ലെങ്തി സെൻറ്റൻസ് ആയിരുന്നു നമുക്ക് റേഷ്യോ കിട്ടിയിരുന്നത്. ബട്ട് ഹിയർ ദ റേഷ്യോ ഹാസ് ചേഞ്ച്. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ 5 to 6 ലെങ്തി സെൻറ്റൻസ്. അപ്പോൾ പ്രപ്പോർഷൻ മാറി. പക്ഷേ നമ്മുടെ എക്സാമിൻ്റെ മാർക്കിങ്ങിൻ്റെ പ്രപ്പോർഷൻ മാറിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഫ്ലുവൻസിക്ക് 5 മാർക്ക്, നമ്മുടെ പ്രൊനൗൺസിയേഷൻ 5 മാർക്ക്, കോണ്ടന്റിന് 3 മാർക്കാണ്. 50% മുകളിൽ നമുക്ക് മാർക്ക് കിട്ടിയാലും, കോണ്ടന്റ് കിട്ടിയാലും നമുക്ക് 2 മാർക്ക് കിട്ടും, അല്ലേ? അത് നമ്മൾ മറന്നു പോകുന്ന കാരണം നമ്മൾ എന്താണ് എപ്പോഴും ഫോക്കസ് എന്താണ്, മൊത്തത്തിൽ 100% കോണ്ടന്റ് കൊണ്ടുവരാന്നല്ല. ബട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഫ്ലുവൻസിയിൽ ശ്രദ്ധിച്ചാൽ മതി. ഫ്ലുവൻസി കോണ്ടന്റ് ഇല്ലാതെ നമുക്ക് ഫ്ലുവൻസി കൊണ്ടുവരാൻ പറ്റും. കോണ്ടന്റ് ഇല്ലാതെ ഫ്ലുവൻസി എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? So for example, this is the sentence, next week the department secretary will email you with the details of the chemistry exam. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് വീക്ക് എടുക്കുന്നു, നമുക്ക് കുറച്ച് വേർഡ്സ് കിട്ടിയെന്ന് വയ്ക്കാം. സേ ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഇമെയിൽ വരെ കിട്ടി. ബട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ വേർഡ് തന്നെ ഇതിൻ്റെ ഒപ്പം വേറെ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ചില വേർഡ്സ് ഞാൻ ഫ്ലുവൻസി തെറ്റിക്കാതെ തന്നെ ഇത് പറയുന്നു. എന്ന് വെച്ചാൽ നെക്സ്റ്റ് വീക്ക് ദ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി വിൽ ഇമെയിൽ റിഗാർഡിംഗ് ദ ഇൻഫർമേഷൻ ദാറ്റ് വാസ് പാസ്ഡ് ടു യു ഇൻ ദ എക്സാം. എന്താണ്, ഞാൻ റിഗാർഡിംഗ് എന്ന് പറഞ്ഞു, എന്നിട്ട് മൊത്തത്തിൽ ഇത് മാറ്റി. ബട്ട് 50% ഓഫ് ദ കോണ്ടന്റ് വാസ് ഗുഡ്, ബട്ട് 50% ഓഫ് ദ കോണ്ടന്റ് വാസ് ബാഡ്. നോ ഇഷ്യൂസ്, ബട്ട് ഐ ഡിഡ് നോട്ട് മിസ് ദ ഫ്ലുവൻസി. ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഫ്ലുവൻസിയിൽ സ്കോർ കൂട്ടാൻ പറ്റും.
നമ്മുടെ പ്രൊനൗൺസിയേഷനിൽ സ്കോർ കൂട്ടാൻ പറ്റും. കോണ്ടന്റിൽ നമുക്ക് 2 മാർക്ക്, 1 മാർക്കേ കുറയുള്ളൂ. ഫോക്കസ് കറക്റ്റാണ്, നമുക്ക് കൃത്യമായിട്ട് സ്കോർ എടുക്കാൻ പറ്റും. ഇനി അടുത്ത കാര്യം നോക്കാം, റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫാസ്റ്റസ്റ്റ് വേ, അണ്ടർസ്റ്റാൻഡ് ദ ഫാസ്റ്റസ്റ്റ് വേ ടു സോൾവ് റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, ലെങ്തി ടെക്സ്റ്റ് ആവുമ്പോൾ റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആവുമ്പോൾ നമ്മൾ ഭയങ്കര ഡെസ്പ് ആവും. ഈ ഡെസ്പ് ആവാൻ കാരണം എന്ന് വെച്ചാൽ മേ ബി ബിക്കോസ് യു ആർ നോട്ട് അക്വൈൻറ്റഡ് വിത്ത് grammar, you are not acquainted with vocabulary, you are not acquainted with collocations. ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ആ സമയപരിധിയിൽ നമുക്ക് തീർക്കാൻ പറ്റാത്തൊരവസ്ഥ. മേ ബി ഇറ്റ് ഇസ് ടേക്കിംഗ് 5 minutes or 6 minutes. അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ലെങ്തി സെൻറ്റൻസസ് ടൈം എടുക്കുന്നത്. ബട്ട് ഐ സേ, ഇവിടെ 2 മിനിറ്റ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, ബട്ട് ഐ വിൽ സേ maximize it to minimize it to 1.5 minutes to 2 minutes. 1.5 തൊട്ട് 2 മിനിറ്റിനുള്ളിൽ തീർക്കാൻ നോക്കുക. മാക്സിമം എന്തെങ്കിലും ഒരു ഇഫ്സ് ആൻഡ് ബട്ട്സ് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ 2.5 മിനിറ്റ് മാക്സിമം, അതിന് മുകളിൽ പോകരുത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ലെങ്തി സെൻറ്റൻസസ് മാത്രം സെലക്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ യു ആർ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയാണ് നിങ്ങളുടെ എക്സാം എന്ന് വെച്ചാൽ റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ലെങ്തി സെൻറ്റൻസസ് മാത്രം എടുത്ത് പ്രാക്ടീസ് ചെയ്യുക ആൻഡ് കാൽക്കുലേറ്റ് ദ ടൈം വെദർ യു ആർ ഏബിൾ ടു ഡു ദാറ്റ് വിതിൻ 1.5 to 2.5 minutes. അതിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് യു ഷുഡ് ബി ട്രൈങ് ടു ഫിനിഷ് ദ ടാസ്ക് വിതിൻ 1.5 to 2 minutes. ഓക്കെ, അപ്പോൾ അടുത്ത കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. ഇനി റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ലെങ്തി സെൻറ്റൻസസ് ആയിരിക്കും, ഇതും ലെങ്തി സെൻറ്റൻസ് വന്നു തുടങ്ങി. പണ്ടൊക്കെ ഷോർട്ട് സെൻറ്റൻസസ് വന്നിരുന്നു. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്, സോൾവ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ 1 minute. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. വൈ? ബിക്കോസ് യു ആർ ഗെറ്റിംഗ് lot of options there. ഒരു ബ്ലാങ്കിൽ 4 ഓപ്ഷൻ. ദ പ്രോബ്ലം ഈസ് സിനോണിംസ് ആണ് പ്രോബ്ലം. നമുക്ക് ഒരു വേർഡിന് പര്യായമായിട്ട് പല വേർഡ്സും, ബട്ട് ഇറ്റ് വിൽ ലുക്ക് സിമിലർ. ബട്ട് ഹൗ ടു മാച്ച് ദ കോണ്ടെക്സ്റ്റ്, ദ കോണ്ടെക്സ്റ്റ് മാച്ചസ് എങ്ങനെയാണ്? കോണ്ടെക്സ്റ്റ് മാച്ച് ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് കൊളൊക്കേഷൻസ് വായിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ്ടിരുന്നാൽ നമുക്ക് പറ്റും. ബട്ട് പ്രോബ്ലം ഈസ് നമ്മൾ 10, 50, 20, 30 പ്രാക്ടീസ് ചെയ്ത് പോകും. എന്നിട്ട് പറയും, സർ I did my practice very well and I was not able to get a good score in reading. The problem is not with the reading, the problem is with you. Are you giving sufficient practice with reading and writing fill in the blanks? No. If the case is no, then you have to focus more, give more time for practice and ബേസ് ബിൽഡ് അപ്പ് ചെയ്യുക. എന്തിന്? ഗ്രാമറിലും വൊക്കാബിലും കൊളൊക്കേഷൻസിലും ബേസ് ബിൽഡ് ചെയ്യുക. അത് PT ബേസ്ഡ് ഗ്രാമറിലേക്ക് പോകുക, അല്ലാതെ അനാവശ്യമായ ഗ്രാമർ പഠിച്ച് നമ്മളതിൽ ഉൾക്കൊള്ളിച്ചിട്ട് കാര്യമില്ല. ഓൺലി ഫോക്കസ് ഓൺ PT ബേസ്ഡ് ഗ്രാമർ ആൻഡ് ഇറ്റ് വിൽ ബി സഫിഷ്യൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനി നമ്മൾ ഇവിടെ ഇതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. ബട്ട് മാക്സിമം 2 to 2.5 minutes. പണ്ടൊക്കെ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയിരുന്നു. But in case if you are not able to do it, then you have to focus on maximum 2 minutes to 2.5 minutes. So again, reading and writing fill in the blanks മനസ്സിലായി. essay templates പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് വിളിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സർ essay templates ഞാൻ പഠിച്ച ടെംപ്ലേറ്റ് ഞാൻ എവിടെ നിന്നൊക്കെയോ പഠിച്ചിട്ടുണ്ട്, and now I am trying to do that. I did trying to write the exam and I failed in writing. The problem is not with the template. The problem is with you. You are copying someone's content. അതല്ല നടക്കുന്നത്. ശരിക്കും നിങ്ങൾ വേറെ ഒരാളുടെ കോണ്ടന്റ് കോപ്പി ചെയ്തിട്ട് അതേ കോണ്ടന്റ് തന്നെ നിങ്ങൾ പുട്ടപ്പ് ചെയ്യുന്നു. ആൻഡ് ദെൻ യു ആർ one word templates is a big no. എന്താണ്? AI in technology പറയുന്നു, നിങ്ങൾ ആ ടെംപ്ലേറ്റ് പഠിച്ചിട്ട് പോകുന്നു, എന്നിട്ട് ആ ബ്ലാങ്കിൽ AI in technology മാത്രം ഫിൽ ചെയ്യുന്നു, and you expect a good score. How can you expect it? Previously Pearson ടെസ്റ്റിന്റെ സോഫ്റ്റ്വെയർസ് ഓക്കെ, ഇറ്റ് വാസ് നോട്ട് ആൻ ഇഷ്യൂ. ബട്ട് ഇതൊരു ചീറ്റിംഗ് അല്ലേ? നിങ്ങൾ വേറൊരാളുടെ കോണ്ടന്റ് അല്ലേ എടുക്കുന്നത്. അപ്പം ടു സ്റ്റോപ്പ് ദാറ്റ്, നൗ ദേ ഹാവ് നോട്ട്, നിങ്ങൾ ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ബിഗ് നോ. ആദ്യത്തെ കാര്യം. നൗ വൺ കീവേഡ് ടെംപ്ലേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരേ കീവേഡ് തന്നെ പല പ്രാവശ്യമായിട്ട് ഉപയോഗിക്കുന്നു, അതും നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. നൗ വാട്ട് ക്യാൻ ബി ഡൺ? യു ഹാവ് ടു
have a mix of simple, complex and compound sentence. Simple sentences, complex sentences, compound sentencesന്റെ ഉപയോഗം കൂടുതൽ വരുത്തുക നിങ്ങളുടെ എസ്സേയിൽ. നോട്ട് ജസ്റ്റ് സിമ്പിൾ സെന്റൻസ്. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു എസ്സേയിൽ എങ്ങനെയാണ് നമ്മൾ ഒരാളെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് അതുപോലത്തെ എക്സ്പ്ലനേഷൻ്റെ ഒരു കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. സിമ്പിൾ, കോംപ്ലെക്സ് ആൻഡ് കോമ്പൗണ്ട് സെന്റൻസ്. And if you don't know simple, complex and compound sentence, try to build it and you will be getting that hints in the coming section of ours. So subscribe this channel especially to understand more base. Understood? Lot of phrases adinu related ആയിട്ടുള്ള content സ്വന്തമായിട്ട് പുട്ടപ്പ് ചെയ്യാൻ നോക്കുക. കുറച്ച് phrases അതിൽ ഉണ്ടാക്കുക. ഇത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഇല്ലാതെയും കൂടി ചെയ്യുന്നതാണ് grammatical mistake and punctuation marks very important, and spelling mistakes. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ദേർന്ന് THERI എന്നാണ് ഒരാൾ തിരക്കിലാണ് എസ് എഴുതിയേക്കുന്ന ദേർന്ന് THERI തെരീന്നായി. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുന്നത്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു റെക്ടിഫിക്കേഷൻസ് നമ്മൾ കൊണ്ടുവരണം. അതർവൈസ് യു കനോട്ട് എക്സ്പെക്ട് എ മിറക്കിൾ ഹാപ്പനിങ് ഓൺ ദ എക്സാം ഡേറ്റ്. അപ്പോൾ ഇത് നമ്മൾ വൺസ് യു സെറ്റ് യുവർ ഓൺ ടെംപ്ലേറ്റ്, നിങ്ങൾ ഒരു ടെംപ്ലേറ്റ് നിങ്ങളുടേതായ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്താൽ you can follow a 20-80% rule where you follow 20% of template and 80% of your original content. Then you get a good score. But if you maintain 80% of template and 20% of your content, you are not going to get a good score in essay. So maintain that 20-80 ratio where you follow 20% of template and 80% of your content. അപ്പോൾ ഇനി അടുത്തത് നോക്കാം, സമറൈസ് സ്പോക്കൺ ടെക്സ്റ്റ് ആൻഡ് റീടെൽ ലെക്ചർ. നമുക്ക് ഏകദേശം ഇതിൽ നമ്മൾ ഒരേ ടെംപ്ലേറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബട്ട് ദ പ്രോബ്ലം ഇസ് വൺ വേർഡ് ടെംപ്ലേറ്റ്. ഞാൻ അത് പറഞ്ഞ എസ്സേയിൽ ഒരേ കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഇറ്റ് ഹാസ് നോ കണക്ഷൻ അറ്റ് ഓൾ. അങ്ങനത്തെ ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദെയർ ഇൻ ദ കോണ്ടന്റ്, എന്താണ് പറഞ്ഞത് അത് കൂടുതൽ കൊണ്ടുവരാൻ നോക്കുക. ഒന്ന് മനസ്സിലാക്കണം ആദ്യം AI എന്താണ് ചെയ്യുന്നത്. നിങ്ങൾ എക്സാം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഒരു കോണ്ടന്റ് ഒരാൾ വായിച്ചു, അതാണ് നിങ്ങൾ കേൾക്കുന്നത്. ആ കോണ്ടന്റ് നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നില്ല. തിരിച്ചു കൊടുക്കാതാവുമ്പോൾ അവിടെ ഒരു മിസ്മാച്ച് വരുന്നു. സോ ദ AI ചെക്സ് വെദർ ഇറ്റ് ഇസ് 70% ഈക്വൽ, 80% ഈക്വൽ, 100% ഈക്വൽ അല്ലാത്തൊരവസ്ഥ വരുമ്പോൾ അവിടെ സ്കോർ കുറയാണ് ചെയ്യുന്നത്. സോ ഹൗ ക്യാൻ യു ഗെറ്റ് എ ഗുഡ് സ്കോർ? ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. റീടെൽ എ ലെക്ചർ അതുപോലെ തന്നെ. അപ്പോൾ that should match, what you hear should match with what you are giving to the computer or the device or the AI. But if that's not happening, that is not going to give you a good score. അപ്പോൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. So ready-made templates a big no, one word templates a big no. For at least 4 to 5 phrases of your own that you build, you can also maintain 20-80 ratio, but not more than that. 20% of template and 80% of your own content. Each phrase should have not less than 5 words. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. And if you are not able to build it, just contact us and we will help you out in building a much better templates. Okay, that you should never give it to even to your brothers or sisters, because once it is made for you, you should maintain that for you till you give the exam. Okay, now next, varying number of questions. പല ക്വസ്റ്റ്യൻസും നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. സേ ഫോർ എക്സാമ്പിൾ മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ എല്ലാ റീഡിങ്ങിലും ലിസണിങ്ങിലും, പിന്നെ ഇതുപോലെ തന്നെ ഹൈലൈറ്റ്, കറക്റ്റ് സമ്മറി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ദ പ്രോബ്ലം ഇസ്, are we very much focused on what is not necessary? Are we focusing on what is necessary? Are we focusing more on which is not necessary? ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. When we focus more on what is not necessary, you get a low score, and what we focus less on what is more important, you get a low score. So your focus should be more important things, criteria should be focusing on more important things, and
focusing on the most important core pillars. Core pillars, ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. Core pillars, there are core pillars for the PT exam. There are 4 core pillars. You should be focusing on that. But if you are not focusing on that and you are focusing on all these things, you are lost. ഇപ്പോൾ ഇതിൽ 2 മാർക്ക് കിട്ടി, ഇതിൽ 2 മാർക്ക്, 8 മാർക്കേ പോകുന്നുള്ളൂ. ബട്ട് വാട്ട് അബൌട്ട് 90%? വാട്ട് അബൌട്ട് ദ റെസ്റ്റ് 80-85% of the mark? People who have skipped it also have got marks. Okay, and they have got a good score that is equal to 85, 86, 88. Why can't you? So there are 2 questions that are coming for trial questions: respond to a situation and summarize group discussion. ഇനി നിങ്ങൾ റീറ്റെയിൽ ലെക്ചറിൻ്റെ കോണ്ടന്റ് ഒരു 30 seconds പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോണ്ടന്റ് നിങ്ങൾ 30 seconds പറഞ്ഞാലും കുഴപ്പമില്ല, ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഈവൺ ഇഫ് യു സ്കിപ്പ് ഇറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് ഇസ് ജസ്റ്റ് മെൻറ്റ് നോട്ട് ടു ബി മാർക്ക്ഡ്, ബട്ട് ഇറ്റ് ഇസ് ഫോർ ദ ട്രയൽ പർപ്പസ്. ഇത് വന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാർക്ക് കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ടൈം പീരീഡ് കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അത് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ അത് കോമ്പൻസേറ്റ് ആയി പോകുന്നുണ്ട്. So then you need not worry much about the trial questions. Just you need to focus is that either you give up some data to brush up your other sections like retail lecture or something, describe image ഒരു കോണ്ടന്റ് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു കോണ്ടന്റ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ അത് തന്നെ വായിച്ചിട്ട് നിങ്ങൾ അത് റീറ്റെയിൽ ലെക്ചർ ആക്കി മാറ്റുന്നു. സോ ദാറ്റ് യു കീപ്പ് അപ്പ് ദ മൊമെന്റം. അതും ചെയ്യാം, അല്ലെങ്കിൽ കേട്ടിട്ട് സ്കിപ്പും ചെയ്യാം. ബട്ട് യു ഡോണ്ട് ഹാവ് ടു വറി മച്ച് അബൌട്ട് ദിസ് ട്രയൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് ഇസ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ആൻഡ് സ്പീക്കിംഗ് മൊഡ്യൂൾസ്. സ്പീക്കിംഗ് മൊഡ്യൂൾസിൽ ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ദ അതർ സെക്ഷൻസ് ആ ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ ഓക്കെ, അത് അടുത്ത സെക്ഷനിലേക്ക് നെക്സ്റ്റ് ചെയ്താൽ പോകും. ബട്ട് ഇഫ് യു ഡോണ്ട് ക്ലിക്ക് ദ സബ്മിറ്റ് ബട്ടൺ യു വിൽ നോട്ട് ഗെറ്റ് ദ സ്കോർ. പലപ്പോഴും സ്റ്റുഡൻസിന് മാർക്സ് പോകാൻ കാരണം റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിൽ നെക്സ്റ്റ് ബട്ടൺ അല്ലെങ്കിൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യാത്ത കാരണം കൊണ്ടാണ്. So you have to focus the moment you finish right from dictation and speaking module, press the submit button or the next button. So these are the 8 changes that have been in the software as such, and you need not be stressed too much that you're going to attempt the exam for the first time. You have to focus on your performance, what you have done. Now what is the things that you don't focus much on templates, focus on the original content. Let your original things flow when you do the PT exam. Go with a positive vibe and make sure that if you are not used to the air conditioned environment much, get a bit of warmer clothes when you are walking inside, so that you are very much used to it, and then you are not very much disturbed with the other climatic change as such. Hydrate yourself well and focus on the exam exactly for 2 hours. That is what is required. And if you have liked this video, just don't forget to like, comment and share it with your friends who are going to attend the exam. Don't forget to subscribe the channel. Thank you. God bless.